ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജോസ്ന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസമിലെ സിൽച്ചാറിൽ 23,550 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനം നിർവഹിക്കും. 22,864 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന സിൽച്ചാർ അതിവേഗ ഇടനാഴി, ടൌൺ ഫ്ളൈ ഓവർ, പതാർക്കണ്ടി കാർഷിക കോളേജ് എന്നിവ പദ്ധതികളിൽ ഉൾപ്പെടുന്നു. പശ്ചിമബംഗാളിൽ 18,680 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും. 420 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള ദേശീയപാതാ പദ്ധതികൾ, ഹാൽദിയ ഡോക്ക് കോംപ്ലക്സിലെ നവീകരണ പ്രവർത്തനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിതമായ സഞ്ചാരത്തിനുള്ള നടപടികൾ ഉടൻ പ്രതീക്ഷിക്കാമെന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ മുഹമ്മദ് ഫത്താലി. ഇന്ത്യ ഇറാന്റെ സുഹൃത്താണെന്ന് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ ഇറാൻ അംബാസിഡർ വ്യക്തമാക്കി. മേഖലയിൽ സമാന താൽപര്യങ്ങൾ പങ്കിടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ഇറാനുമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ എല്ലാ റിഫൈനറികളും 100% ശേഷിയിൽ പ്രവർത്തിച്ചു വരികയാണെന്നും ക്രൂഡ് ഓയിൽ ആവശ്യത്തിന് സ്റ്റോക്കുണ്ടെന്നും കേന്ദ്ര സർക്കാർ. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന PNG, CNG വിതരണം തടസ്സരഹിതമായി നടന്നുവരുന്നു. LPG സംബന്ധിച്ച് ആശങ്കകൾ ഉണ്ടെങ്കിലും 25,000 വിതരണക്കാരിൽ ആരും സ്റ്റോക്ക് തീർന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രതിദിനം ഏകദേശം 50 ലക്ഷം സിലിണ്ടറുകൾ വിതരണം ചെയ്തുവരുന്നു. 1.5 കോടി ഉപഭോക്താക്കൾക്കുള്ള PNG വിതരണം തടസ്സപ്പെട്ടിട്ടില്ല. അഭ്യൂഹങ്ങൾ വിശ്വസിച്ച് അധിക സംഭരണത്തിന് മുതിരരുതെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് മന്ത്രിസഭാ യോഗം ഇന്നും ചേരും. വൈകുന്നേരം 7 മണിക്ക് ഓൺലൈനായാണ് യോഗം. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ സിനിമാ നയം, പട്ടയഭൂമി ഉപയോഗം ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ മന്ത്രിസഭ തീരുമാനം കൈക്കൊണ്ടിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂർ ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ മാലൂർ സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം നിർവഹിക്കുന്ന മുഖ്യമന്ത്രി തുടർന്ന് ഇരുവേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് വേങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രി വൈകിട്ട് പാലയാട് സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് കെട്ടിടത്തിന്റെയും ഡോക്ടർ ജാനകിയമ്മാൾ ക്യാമ്പസ് വനിതാ ഹോസ്റ്റലിന്റെയും മറ്റ് വികസന പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥി പ്രവേശനത്തിൽ 5 വർഷത്തിനിടെ റെക്കോർഡ് വർധനവെന്ന് മന്ത്രി ആർ ബിന്ദു. 3.5 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ 5 വർഷത്തിനിടെ കൂടിയതായി ഓൾ ഇന്ത്യ ഹയർ എഡ്യൂക്കേഷൻ സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മൊത്തം പ്രവേശനാനുപാതം 30-ൽ നിന്ന് 41 വർദ്ധിച്ചു. ഉന്നത പഠനത്തിന് അപേക്ഷിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും കുതിച്ചുചാട്ടമുണ്ടായതായി മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തിരുവനന്തപുരം വാമനപുരം മണ്ഡലത്തിലെ ആനാട്, നന്ദിയോട്, കുറുപുഴ, പാലോട് പഞ്ചായത്തുകൾക്ക് വേണ്ടി പൂർത്തിയാക്കിയ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. പാലോട്, നന്ദിയോട് വൈകിട്ട് 4 മണിക്കാണ് പരിപാടി. പമ്പ് ഹൌസ്, ജലശുദ്ധീകരണശാലകൾ, ജലസംഭരണികൾ എന്നിവ ഉൾപ്പെടുന്നതാണ് പദ്ധതി. മീനമാസ പൂജകൾക്കായി ഇന്ന് വൈകിട്ട് ശബരിമല നട തുറക്കും. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രമേൽശാന്തി പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. മീനമാസം 1 നാളെ രാവിലെ 5-നാണ് ഭക്തർക്ക് ദർശനത്തിനായി നട തുറക്കുക. പൂജകൾ പൂർത്തിയാക്കി മാർച്ച് 19 രാത്രി 10-ന് നട അടയ്ക്കും. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മുൻ ജനറൽ സെക്രട്ടറി കുശാൽ ദാസ് അന്തരിച്ചു. 66 വയസ്സായിരുന്നു. 2010 മുതൽ 2022 വരെ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. FIH ഹോക്കി വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ഫൈനലിൽ ഇന്ത്യൻ വനിതകൾ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വൈകുന്നേരം 7:30-ന് ഹൈദരാബാദിലെ GMC ബാലയോഗി ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL-ൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 5 മണിക്കാണ് മത്സരം. 7:30-ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ബംഗളൂരു മോഹൻ ബഗാനെ നേരിടും. ഇലക്ട്രിക് പോസ്റ്റുകളിലൂടെ അനധികൃതമായി വലിച്ചിരിക്കുന്ന കേബിളുകൾ നീക്കം ചെയ്ത് സുരക്ഷ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയതായി KSEB. കേബിളുകൾ ഇരുചക്രവാഹനങ്ങൾ ഓടിക്കുന്നവർക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയാകുന്നുവെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ട റിപ്പോർട്ടിലാണ് KSEB വിശദീകരണം സമർപ്പിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.